ഹായ്. എന്നുണ്ടല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് നമ്മളെ വീഡിയോ കണ്ടിട്ടേ ഒരുപാട് ആൾക്കാർ നമ്മളെ ഷോപ്പിൽ വരുന്നുണ്ടേ. അപ്പോൾ ദൂരെയുള്ള ആൾക്കാരിലാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ ദൂരെയുള്ള ആൾക്കാർ പറയാ ഇങ്ങനെ കല്യാണമുണ്ട്, അനിയത്തിൻ്റെ കല്യാണമുണ്ട്, അനിയൻ്റെ കല്യാണമുണ്ട്, അപ്പോൾ സ്വർണ്ണം വാങ്ങുന്നവർക്ക് വരുന്നതെന്ന് പറയല. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇത്ര ദൂരം നിന്ന് എഴുതാൻ വരെ വന്നിട്ട് വാങ്ങണ്ട, വേറൊന്നുമല്ല. കാരണം ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ആവശ്യമില്ലാതെ സ്വർണ്ണം ഉണ്ടല്ലോ, അതിനുള്ള സെലക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്നേ വരില്ല. കാരണം അതിപ്പോൾ ഏത് ജ്വല്ലറി പോലും നിങ്ങൾക്ക് കിട്ടുമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഒരാളെ സൈസിൽ, ഇപ്പോൾ വളയാങ്കിൽ അവരെ സൈസിൽ, മോതിരാങ്കിൽ അവരെ സൈസിൽ, ആ രീതിയിലാണ് സാധാരണ വേണ്ടല്ലോ. പക്ഷെ എല്ലാവർക്കും ആ ഒരു എല്ലാ അളവിലും സാധനം ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ ഓർഡർ ആയിട്ട് ആക്കേണ്ടി വരും. അപ്പോൾ ഇത്ര ദൂരത്ത് നിങ്ങൾ കല്യാണത്തിൽ സ്വർണ്ണം വാങ്ങി വന്നിട്ട് ഇവിടെ സാധനം ഇല്ല ഓർഡർ ആക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ദൂരത്ത് ബുദ്ധിമുട്ടാതെ നേരെ വെച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവർക്ക് കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ആക്കിയിട്ട് ചെയ്യാം. അതിപ്പോൾ വലിയ വലിയ ജ്വല്ലറിയിലായാലും എല്ലാവർക്കും ഓർഡർ ആക്കും, എന്നിട്ട് പിന്നീട് സാധനം ആയി കൊടുക്കുകയാണ് ചെയ്യൽ സാധാരണ. അപ്പം എന്ന് വെച്ചാൽ ഏത് മോഡൽ സാധനമായാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ടാബിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇപ്പം ഞാൻ പറയാം കേരളത്തിലെ ലോകത്തിടുന്ന എല്ലാവിധ ഡിസൈൻസും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിലേതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് നമുക്ക് അടുത്തുള്ളവർക്കാണെങ്കിൽ ഓക്കെ, കാരണം രണ്ടാമതൊരു വര ചെയ്യാം. അതിനെ കുറിച്ച് ഈ ദൂരത്തിനെ വിളിച്ചിട്ട് നമ്മളല്ല വയനാട്ടിൽ നിന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ നിന്നാണ് കോൾ വന്നത്. നമ്മൾ വരുന്നുണ്ട് സ്വർണ്ണം വാങ്ങാൻ കല്യാണം പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും ഒരിക്കലും ഇവിടുന്ന് സ്വർണ്ണം വാങ്ങാൻ വരണ്ട. നിങ്ങൾ ഒന്നാമത് നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ല, നമ്മളെ ജ്വല്ലറി വലിയൊരു ജ്വല്ലറി തോന്നുന്നുണ്ട് തോന്നാൻ ശരിയാക്കാൻ കിട്ടും. നിങ്ങൾ നോക്കിയട്ടെ, നമ്മളെ ജ്വല്ലറിൻ്റെ വലുപ്പം ഏതാണ്ട് ഇത്രയേ ഉള്ളൂ. 2 മുറി ഷോപ്പാണ്, ചെറിയ ഷോപ്പാണ്, വലിയ സ്റ്റോക്കൊന്നുമില്ല, ചെറിയ സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ചുറ്റുപാടത്തുള്ള ആൾക്കാരിൽ നാട്ടുകാരിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഒരു 10 കിലോമീറ്ററുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട്. അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള സാധനം കൊടുക്കും. അല്ലാത്തത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ടാബിൽ ഡിസൈൻ കാണിക്കുക, ഏതുള്ള ഡിസൈൻ ഉണ്ട്, അങ്ങനെ നമ്മൾ എല്ലാ മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ദയവേത് ദൂരം വഴിക്കുള്ളവർ ഒരു കല്യാണ ആവശ്യത്തിലുള്ള സ്വർണ്ണം വാങ്ങാൻ ഇവിടെ വന്നാൽ കിട്ടും നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച സെലക്ഷൻ ഇല്ലെങ്കിൽ വെറുതെ ആയിപ്പോ എന്നാ പറയാനുള്ളത്. പിന്നെ കുറേ ആൾ സ്വർണ്ണം വാങ്ങാൻ വരുന്നത്, പിന്നെ നമ്മളെ കാണാൻ വരുന്നത്, ആ രീതിയിൽ വരുന്നവരുണ്ട്. അവരോട് ഞാൻ പറയാ വെച്ചാൽ നിങ്ങൾ വന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഉദ്ദേശിച്ച സാധനം ഇല്ലെങ്കിൽ സ്വർണ്ണം വാങ്ങുന്നു വേണ്ട തന്നെ പറയല്. കാരണം വേറൊന്നുമല്ല, നമ്മളെ ഷോപ്പ് വലിയ ഷോപ്പ് എന്നുള്ളൊരു ധാരണ മിക്ക ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സെലക്ഷൻസ് കാര്യങ്ങൾ കുറവായിരിക്കും. എന്തായാലും നമ്മളെ കാണാൻ വരുന്നവർ ഒരുപാടുണ്ട്. പറശ്ശിനിക്കട വരുമ്പോൾ എന്തായാലും നമ്മളെ ഷോപ്പിൽ ആൾക്കാർ വരുത്തുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ മുക്കുന്ന പോലെ എല്ലാവരും പറശ്ശിനിക്കട വെത്തലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളെ കാണാൻ വരുത്തുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളെ കാണാൻ വരുന്നുള്ള സന്തോഷം. പിന്നെ വരുമ്പോൾ എന്തായാലും വിളിച്ചിട്ട് വരിക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിലും അതുകൊണ്ട് വിളിച്ചിട്ട് വരിക. ഇന്ന് നമ്മുടെ ഷോപ്പിൽ സ്റ്റാഫെല്ലാം കുറവാണ്, നല്ല മഴയാണ്. അപ്പോൾ ആൾക്കാർ കുറേ ലീവാണ്, പനി അസുഖമെല്ലാം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റാഫിൻ്റെ ആരോഗ്യം ഞാൻ നോക്കലുണ്ട്. സ്കോട്ടടിക്കാൻ പറയലുണ്ട് വീട്ടിൽ നിന്ന്. പക്ഷേ ഇവിടെ സ്കോട്ടടിക്കാത്തതുണ്ടെന്ന് തോന്നും കേട്ടോ. അസുഖം ഉണ്ട് ഇരിക്കല്ലോ. ആർക്കെല്ലാം അസുഖം? ഉണ്ണിക്ക് അസുഖം അല്ലേ, സുജേഷിന് അസുഖം, പിന്നെ രണ്ടാൾക്ക് അസുഖം, ബാക്കിയുള്ളവർ വേറെ വഴിക്ക് പോയിട്ടാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായല്ല. അപ്പോൾ നമ്മളെ ഷോപ്പ് ചെറിയൊരു ഷോപ്പാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ വലിയ കല്യാണത്തിൻ്റെ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് വാങ്ങിയ സാധനം രണ്ടാമത് മാറ്റിയിട്ട് വേറെ മാറ്റിയാക്കണ്ടെങ്കിൽ അളവ് വ്യത്യാസം മാറ്റിയാക്കണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ വരുന്നുണ്ട്. കാരണം നമ്മൾ തൊട്ടപ്പുറം കണ്ണൂർ ടൗണെങ്കിലും കണ്ണൂർ ടൗൺ പോക്കില്ല. കാരണം അടുത്തുള്ള ഷോപ്പ് നമ്മളെ ഷോപ്പാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ വേഗം വന്ന് അരമണിക്കൂറിട്ട് വാങ്ങിയിട്ട് പോകാം. നേരത്തെ കണ്ണൂർ പോയി കഴിഞ്ഞാൽ വാങ്ങിയെടുക്കാൻ എല്ലാം കൂടി ലേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വരുത്തുന്നുണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു ഷോപ്പായി മാറിയിട്ടുണ്ട്. എന്തായാലും അതും വളരെയധികം സന്തോഷം. നമ്മൾ വീഡിയോ കൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കച്ചവടം അത്യാവശ്യം കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ടാണ് നമുക്കുള്ള. ഇതിൽ നമ്മളെ കഴിവൊന്നുമില്ല, എല്ലാം നിങ്ങളെ സപ്പോർട്ട്. നമ്മളെ വിശ്വസിച്ച് വരുന്നതിൽ നമുക്ക് ഹൃദയം തുറന്ന് നന്ദി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.